ജൂൺ ആദ്യവാരത്തിലാണ് ഇത്തവണത്തെ ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും കേരളത്തിലും മക്കയിലും മദീനയിലുമെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഇപ്പോൾ സൗദി സന്ദർശിക്കുകയാണ്. കേരളത്തിലുള്ള ഹാജിമാർക്കുള്ള എല്ലാ ഒരുക്കങ്ങളും അദ്ദേഹം മക്കയിലും മദീനയിലുമെല്ലാം പോയി വിലയിരുത്തുകയുണ്ടായി. ജിദ്ദയിലെത്തിയ അദ്ദേഹമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇത്തവണ ഇതുവരെ എവിടെ എത്തി? നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പ്രത്യേകം തന്നെ ടൈം ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും സമയബന്ധിതമായി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആ മേഖലയിൽ നമ്മൾ കേരള ഹജ്ജ് കമ്മിറ്റി ഇതര സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികളെക്കാളും ബഹുദൂരം മുന്നിലായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ ചെയ്തു തീർത്തിട്ടുണ്ട്. ഉദാഹരണമായി സാങ്കേതിക ക്ലാസ്സുകളുടെ 1ാം ഘട്ടവും 2ാം ഘട്ടവും നോമ്പ് ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഭംഗിയായി തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ നമ്മുടെ 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ ഹജ്ജ് ക്യാമ്പ് ആരംഭിക്കുന്നതിന് ആവശ്യമായ ടെൻഡറുകളും അതുപോലെ തന്നെ അതിന് നടത്തേണ്ട മുന്നൊരുക്കങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ചുരുക്കി പറഞ്ഞാൽ HCOIയുടെ ഗൈഡ് ലൈൻ പ്രകാരം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ നിർവഹിക്കാൻ നമ്മുടെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. എത്ര ഹാജിമാരാണ് കേരളത്തിൽ ഇത്തവണ ഉള്ളത്? നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ഇനിയും കുറച്ചും കൂടിയൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ നമുക്ക് 16,000-ന്റെ അടുത്ത് എത്തി നിൽക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇനിയും ക്യാൻസലേഷൻ വരികയും അതിലേക്ക് വെയിറ്റിംഗ് ലിസ്റ്റുകാരെ പരിഗണിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു 16,000 16,000 ഹാജിമാർ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഓരോ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്ന് എത്രമാത്രം? അതിൽ എംബാർക്കേഷൻ പോയിന്റുകൾ തമ്മിൽ കൊച്ചിയും അതുപോലെ തന്നെ കോഴിക്കോടും ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 5,700-ഉം 5,400-ഉം എന്ന രീതിയിലൊരു 300 ഹാജിമാരുടെ ഡിഫറൻസേ ഉള്ളൂ. അതേസമയം 4,000 ചില്ലാനം ഹാജിമാർ കണ്ണൂരിൽ നിന്നുമാണ്. ഏതാണ്ട് നമുക്ക് പറയുമ്പോൾ 3 എംബാർക്കേഷൻ പോയിന്റുകളും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്ന് തന്നെ പറയാം. കുറച്ചൊരു വ്യത്യാസമുള്ളത് കണ്ണൂരിൽ നിന്നാണ്. ആ കണ്ണൂരിലേക്കാണെങ്കിൽ ഇനി കുറച്ച് ഹാജിമാരെ കൂടി പരിഗണിക്കുമ്പോൾ ആ ഡിഫറൻസ് വീണ്ടും കുറഞ്ഞു വരും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇപ്പോൾ 16,000-ഓളം തീർത്ഥാടകർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴിയാണ് ഹജ്ജ് നിർവഹിക്കുന്നത്. എന്നാൽ കേരളത്തിൽ നിന്നാണ് തോന്നുന്നു ഈ ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജ് നിർവഹിക്കുന്നവരെക്കാൾ കൂടുതൽ തീർത്ഥാടകർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴി ഹജ്ജ് നിർവഹിക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാ വർഷവും കേരളത്തിൽ നിന്നെടുക്കുക അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു പരാതി ഈ ഹജ്ജ് സർവീസുമായി ബന്ധപ്പെട്ടാണ്. സ്വകാര്യ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ഗ്രൂപ്പുകൾ തീർത്ഥാടകർക്ക് വേണ്ടത്ര സേവനം ചെയ്യുന്നില്ല, അവരുടെ ഹജ്ജ് മുടങ്ങിപ്പോകുന്നു തുടങ്ങിയ പരാതികളൊക്കെ ഇത് എല്ലാ വർഷവും ഉണ്ടാകുന്നത്. ഇത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഒരു ചെയർമാൻ എന്ന നിലയ്ക്ക് നിങ്ങൾ മുൻകൈയെടുത്ത് ചെയ്യുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടത് നമ്മൾ ആദ്യം പറയാനുള്ളത്, ഹജ്ജിന് അപേക്ഷിക്കുന്ന മുഴുവൻ ആളുകളെയും കൊണ്ടുപോകാൻ ഹജ്ജ് കമ്മിറ്റി ഓഫ് കേരളക്ക് അല്ലെങ്കിൽ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യക്ക് സാധിക്കൂല. അതേസമയം പ്രൈവറ്റ് ഓപ്പറേറ്റർമാർ കൂടി ഈ മേഖലയിലേക്ക് കടന്നു വന്നതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഒരു ഗവൺമെൻറ് സംവിധാനത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത സഹായങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി കുറേ ആളുകളെ ഹജ്ജിന് കൊണ്ടുപോകാൻ അവർ മുഖേന സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായ കാര്യം തന്നെയാണ്. അതേസമയം ചില പരാതികൾ സ്വാഭാവികമായിട്ടും ഓരോ ഹജ്ജ് ഗ്രൂപ്പ് നടത്തുന്നവരെ അല്ലെങ്കിൽ ഹജ്ജിന് മാത്രമല്ല ഉംറക്ക് കൊണ്ടുപോകുന്ന പ്രൈവറ്റ് ഗ്രൂപ്പുകളെ പറ്റിയും മറ്റുമൊക്കെ അങ്ങനെ വരാറുണ്ട്. ഞങ്ങളുടെ ഈ പുതിയ ഹജ്ജ് കമ്മിറ്റി നിലവിൽ വന്നത് 2024 ഡിസംബർ മാസത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു ഹജ്ജ് നടക്കാത്തതിനാൽ പുതുതായിട്ട് പരാതികളൊന്നും വന്നിട്ടില്ല. തീർച്ചയായിട്ടും അത്തരം പരാതികൾ നേരത്തെ വന്നത് നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. ആ വിഷയമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പം നമുക്ക് ഈ ഹജ്ജ് 2025 ബന്ധപ്പെട്ടിട്ട് കേരള ഹജ്ജ് കമ്മിറ്റി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇൻഷാ അള്ളാ പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികൾ ജെന്യുയിനാണോ എന്ന് ആദ്യം പരിശോധിക്കേണ്ടതുണ്ട്. എന്നിട്ട് നമ്മളതിൽ ഇടപെടേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഇടപെട്ടിട്ട് കാര്യം ഉണ്ടാകും എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അതിലിടപെടുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും.
ഇപ്പോൾ ജൂണിലുള്ള ഹജ്ജ്, ജൂൺ ആദ്യവാരത്തിൽ അപ്പോൾ മക്കയിൽ മദീനയിലൊക്കെ പോയപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ, ഈ ഹാജിമാർക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തുക ഉണ്ടായോ? ഔദ്യോഗികമായിട്ട് ഈ ഹജ്ജിന് ഉള്ള സൗകര്യങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തിയത് ഇന്ന് ജിദ്ദയിലെ കോൺസുലേറ്റിൽ വെച്ചാണ്. അതേസമയം ഹാജിമാർക്ക് വിവിധ രീതികളിൽ സേവനം ചെയ്യുന്ന ഒരുപാട് വളണ്ടിയർമാരുടെ അഥവാ വ്യത്യസ്ത സംവിധാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന വളണ്ടിയേഴ്സുമായിട്ട്, അതുപോലെ തന്നെ ഹജ്ജ് ഖിദ്മ ചെയ്യുന്ന വ്യക്തിത്വങ്ങളുമായി റിയാദിലും മദീനയിലും മക്കയിലും എല്ലാം സംസാരിക്കുകയുണ്ടായി. അവർക്ക് ലഭിച്ച വിവരവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് കോൺസുലേറ്റിൽ വെച്ച് ഹജ്ജ് കാര്യ കോൺസുൽ അബ്ദുൽ ജലീൽ സാറുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചില വിഷയങ്ങളിൽ ഒരു അല്പം ലാഗിങ് ഉണ്ട് എന്ന രീതി തന്നെയാണ് മനസ്സിലാകുന്നത്. എന്നാൽ പോലും അത് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പൂർത്തിയാകും. ഹജ്ജ് ആരംഭിക്കുന്നതിൻ്റെ മുമ്പായി എല്ലാ കാര്യങ്ങളും ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് എല്ലാവരും അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 3 എംബാർക്കേഷൻ പോയിന്റുകളാണ് കേരളത്തിൽ നിന്നുള്ളത്. അതിൽ കരിപ്പൂർ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നുള്ള യാത്രക്കാരിൽ നിന്ന് കൂടുതൽ നിരക്ക് ഹജ്ജിമാരിൽ നിന്ന് ഈടാക്കുന്ന ഒരു സ്വഭാവം ഈ വർഷവും ഉണ്ട്. 40,000-ഓളം രൂപയാണ് കൂടുതൽ വാങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വ്യാപകമായ പരാതി ഉയർന്ന് അത് സുപ്രീം കോടതിയിൽ വരെ എത്തിയിട്ടും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു തീരുമാനമായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി വിശദീകരണം ചോദിച്ചിട്ട് കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ഒരു മറുപടിയായിട്ട് വന്നിട്ടുള്ളത് അതിൽ ഇടപെടാൻ പറ്റില്ല എന്നാണ്. അതോടുകൂടി നമ്മൾ വീണ്ടും നിരാശരാകുകയാണ്. ആ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്കാണോ പോകുന്നത്? ഈ കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് എന്തുകൊണ്ട് യാത്രാ നിരക്ക് കൂടുന്നു, ഇതുമായി ഔദ്യോഗികമായി നൽകപ്പെടുന്ന വിശദീകരണങ്ങൾ സ്വാഭാവികമായിട്ടും അത് മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കണം ഇത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടത്. കണ്ണൂരോ അല്ലെങ്കിൽ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ട് പോലെ അല്ല ഇവിടെ ടേബിൾ ടോപ്പ് റൺവേയും വിമാനത്താവളവും ആണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരു വിമാന അപകടം നടക്കുന്നത് വരെ വലിയ വിമാനങ്ങൾ തന്നെ ഇറങ്ങിയിരുന്നു. അതിനുശേഷം മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും യാത്രക്കാരുടെ സുരക്ഷ അതിന് മുൻഗണന നൽകുക എന്നത് ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും നിർബന്ധമായൊരു ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ട് വലിയ വിമാനങ്ങൾക്ക്, വൈഡ് ബോഡി എയർക്രാഫ്റ്റുകൾക്ക് അവിടെ ഇറങ്ങാനോ അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാനോ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ചെറിയ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും കോഴിക്കോട്ട് നിന്ന് നിർബന്ധമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത്. അത് അതിൻ്റെ സാങ്കേതിക വശമാണ്. പക്ഷേ യാത്രക്കാരെ, പ്രത്യേകിച്ച് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരപ്രകാരം മറ്റ് 2 EP-കളിൽ നിന്ന് കൊടുക്കുന്നതിനേക്കാൾ ഏതാണ്ട് 40,000 രൂപയോളം അധികം നൽകണം. ഇത് വലിയ ഒരു ആഘാതം തന്നെയാണ്, വലിയൊരു ഭാരം തന്നെയാണ്. തീർച്ചയായിട്ടും ഹാജിമാർക്ക് താങ്ങാവുന്നതിലും അധികം എന്ന് തന്നെ പറയണം. അതേസമയം കോടതിയിലൊരു വിഷയം ചാലഞ്ച് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ആ കോടതിക്ക് അത് പരിഗണിക്കാനുള്ള ചില സാഹചര്യങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. കോടതി ഇത് പരിഗണിച്ചുകൊണ്ട് പറഞ്ഞത് നമ്മളിപ്പോൾ ഇതിലിടപെട്ടാൽ ഈ വർഷത്തെ ഹജ്ജിനെ തന്നെ അത് ദോഷകരമായി ബാധിക്കും എന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ കോടതി ഇടപെടാതെ തന്നെ ഇതിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായിക്കൂടായികയില്ല എന്ന് കരുതാനുള്ളൊരു വക അവിടെ നിലനിൽക്കുകയാണ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത്രയും സമയമായിട്ടും ഈ ഔദ്യോഗികമായിട്ട് നമ്മുടെ വിമാന നിരക്കുകൾ എത്രയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ പുറമെ ഈ സുപ്രീം കോടതിയെ സമീപിച്ചതിന് ശേഷം, സുപ്രീം കോടതി ആ കേസ് മടക്കിയതിന് ശേഷം ഒരു 516 സീറ്റുകൾ കണ്ണൂരിൽ അധികമായി അവൈലബിൾ ആക്കാം എന്ന് എയർ ഇന്ത്യ പറയുകയുണ്ടായി. അതിലേക്ക് അപേക്ഷിക്കാനുള്ള സമയം ഇന്ന് 17-ാം തീയതി മുതൽ അത് ആരംഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പൂർണ്ണ അർത്ഥത്തിൽ നിരാശരായി, ടോട്ടലി ഡിസപ്പോയിൻറ്റഡായി എന്ന് പറയാൻ ഇനിയും ആയിട്ടില്ല. തീർച്ചയായിട്ടും ഇനിയും എന്തെങ്കിലുമൊക്കെ അനുകൂലമായ നടപടികൾ ഉണ്ടായിക്കൂടായികയില്ല
എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അത് ഏത് ഭാഗത്തു നിന്നുള്ളതാണ്? ഇപ്പോൾ ഉദാഹരണം എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് ഇപ്പോൾ കരിപ്പൂരിൽ നിന്ന് ഉള്ള ഒരു ടെൻഡർ കൊടുത്തത് അല്ലേ? അപ്പോൾ നാരോ ബോഡി എയർക്രാഫ്റ്റ് ആണെങ്കിൽ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ്, സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ തുടങ്ങിയ കരിപ്പൂരിൽ നിന്ന് സർവീസ് നടത്തുന്ന ചെറിയ വിമാനങ്ങൾ അവരായിട്ട് ചർച്ച ചെയ്യാനുള്ള ഒരു നീക്കം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി നടത്തുമോ? അതോ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എങ്കിൽ ഈ എയർ ഇന്ത്യ എക്സ്പ്രസുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താൻ കമ്മിറ്റി തയ്യാറാവുമോ? ഇത്തരം വിഷയങ്ങളിൽ ഹജ്ജ് കമ്മിറ്റി ഓഫ് കേരളയോ അല്ലെങ്കിൽ മറ്റ് ഏത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികളാണെങ്കിലും അവർക്ക് നേരിട്ട് ഇടപെടുന്നതിന് ചില പരിമിതികളുണ്ട്. നമുക്ക് ഇത് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം മുഖേന, അതുപോലെ തന്നെ ഹജ്ജ് മന്ത്രാലയം, കൂട്ടത്തിൽ വ്യോമയാന മന്ത്രാലയം, ഈ മന്ത്രാലയങ്ങൾ മുഖേന മാത്രമേ നമുക്ക് ഇവരെയൊക്കെ സമീപിക്കാനുള്ള നമുക്ക് അതിന് പറ്റിയൊരു സാഹചര്യമുള്ളൂ. ആ നിലക്കൊക്കെ നമ്മൾ സമീപിക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാന കമ്മിറ്റി ഇത്തരം സംവിധാനങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടി എയർലൈൻസുമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ മേലെ അപ്പർ അതോറിറ്റി ആയിട്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയും കേന്ദ്ര ഹജ്ജ് മന്ത്രാലയവും ന്യൂനപക്ഷ മന്ത്രാലയവും ഒക്കെ ഉള്ളതുകൊണ്ട് അവരുമായിട്ടാണ് നമ്മൾ എല്ലാ വിഷയത്തിലും ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റിന് ഏതായാലും ഇനി കോടതിയിൽ കൊടുത്ത മറുപടി അങ്ങനെ തന്നെയാണെങ്കിൽ പോലും അവരുടെ തീരുമാനത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുള്ളൊരു സാധ്യത നമ്മൾ തള്ളിക്കളയുന്നൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഏതായാലും 1.25 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തുന്നത്. ഇവർക്ക് മക്കയിലും മദീനയിലും ആവശ്യമായ താമസം, യാത്ര, ഭക്ഷണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ സാലിർ ബിയോടൊപ്പം ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം, 24.